ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസം ഐക്യസഭകൾ ധ്യാനിക്കുന്ന വിഷയം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നടക്കുക. വിശുദ്ധ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരോടും കർത്താവ് ഇനി ചോദിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെപ്പറ്റി പറയുമ്പോൾ, അവൻ രാജാവാണെന്ന് ചിന്തിച്ച് പറയുമ്പോൾ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ സദൂക്യരോടൊപ്പം പറയുന്ന മറുപടിയാണ്. 22-ൻ്റെ 23 പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യരും അന്ന് അവൻ്റെ അടുക്കൽ വന്നു. ഗുരു, ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ ദേവരവിവാഹം കഴിച്ച് തൻ്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചുവല്ലോ. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ ഒന്നാമത്തവൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു. സന്തതിയില്ലായാൽ തൻ്റെ ഭാര്യയെ സഹോദരനെ വിട്ടേച്ചു. രണ്ടാമത്തവനും മൂന്നാമത്തവനും 7-ാമത്തവൻ വരെയും അങ്ങനെ തന്നെ. എല്ലാവരും കഴിഞ്ഞിട്ട് ഒടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ 7 പേരിൽ ആർക്ക ഭാര്യയാവും? എല്ലാവർക്കും ആയിരുന്നുവല്ലോ എന്ന് ചോദിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ട് തെറ്റിപ്പോകുന്നു. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ ആകുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നുവെന്ന് അവൻ അരുളി ചെയ്തു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. പുരുഷാരം ഇത് കേട്ടിട്ട് അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. ആ സദൂക്യരുടെ ഉപദേശത്തിന് മറുപടി കൊടുക്കുകയാണ്. കർത്താവ് കൃത്യമായി മറുപടി കൊടുക്കുകയാണ്. കുറിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ മോശയുടെ ന്യായപ്രമാണം വെച്ച് തന്നെ ഉപദ്രവിക്കുന്ന യേശു കർത്താവിൻ്റെ ആ രാജ്യത്വത്തെ തെളിയിക്കുന്നതിന് കൃത്യമായി മറുപടി കൊടുക്കുവാൻ കർത്താവിന് സാധിക്കുന്നു. അപ്പോൾ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് ഇവിടെ നൽകുന്നത്. പുനരുത്ഥാനം ചെയ്ത കർത്താവിനെയാണ് പത്രോസ് അനുഗമിക്കുന്നത്. അവിടെ അത് കഴിഞ്ഞ് സദൂക്യർ കഴിഞ്ഞ് പരീശന്മാർ വരികയാണ്. 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ അവൻ പരീശന്മാർ അവരോട് മറുപടി, സദൂക്യരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീശന്മാർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു. ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ ആരുടെ പുത്രനെന്ന് ചോദിച്ചു. ദാവീദിൻ്റെ പുത്രനെന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിലവനെ കർത്താവെന്ന് വിളിക്കുന്നത് എങ്ങനെ? ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലതുഭാഗത്തിരിക്ക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തുവെന്ന് അവൻ പറയുന്നുവല്ലോ. അങ്ങ് ദാവീദ് അവനെ കർത്താവെന്ന് പറയുന്നുവെങ്കിൽ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അവിടെ വളരെ കൃത്യമായിട്ട് പരീശന്മാർക്കുള്ള മറുപടിയാണ് 40 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ പരീശന്മാർക്കുള്ള മറുപടി കൊടുക്കുമ്പോൾ 41 മുതൽ 46 വരെ പരീശന്മാരോടുള്ള ചോദ്യത്തിന് മറുപടി കൊടുക്കുക. ആ 45-ാം വാക്യത്തിൽ അവനോട് ഉത്തരം പറവാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നു മുതൽ ആരും അവനോടൊന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല. ചോദ്യത്തിൽ കുരിക്കുന്നവരോടെ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പാകെ ധൈര്യത്തോടെ മറുപടി കൊടുക്കുവാൻ നിനക്ക് സാധിക്കണമെങ്കിൽ നിൻ്റെ ജീവിതത്തിലുള്ള നിൻ്റെ വിശ്വസ്തത, നിൻ്റെ എല്ലാ മേഖലകളിലുള്ള വിശ്വസ്തത നിന്നെക്കെതിരായി ചോദിക്കുന്ന, നിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ നിനക്കെതിരായി ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി കൊടുക്കുവാനായിട്ട് സാധിക്കും. നിൻ്റെ വിശ്വസ്തത നിൻ്റെ ജീവിതം കൊണ്ട് നീ തെളിയിക്കണം. ആ ജീവിതം കൊണ്ട് വിശ്വസ്തത തെളിയിക്കുമ്പോൾ നിനക്ക് ഒരു പ്രയാസവും കൂടാതെ ഈ ലോക ജീവിതത്തിൽ നിനക്ക് കർത്താവിനെ സ്നേഹിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട്
ഉയർപ്പിന് ശേഷമുള്ള ഈ വിശുദ്ധ ഞായറാഴ്ചകളിൽ ഒന്നായ ഈ ഞായറാഴ്ച, ഈ 4-ാം ഞായറാഴ്ച കർത്താവിനെ കണ്ട് കർത്താവിനോട് യാത്ര ചെയ്യുവാൻ, കർത്താവിനെ മുഴുവനായി സ്നേഹിച്ച് മുൻപോട്ട് പോകാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ. കണ്ടുകടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച് കർത്താവിനോട് കൂടെ യാത്ര ചെയ്യുവാനായിട്ട് സഹായിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താണെന്ന് വളരെ വ്യക്തമായി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. സദൂക്യരുടെയും പരീശന്മാരുടെയും ചോദ്യങ്ങൾക്ക് മുമ്പായി അവരുടെ ചോദ്യത്തെ നിർത്തിക്കുവാൻ കർത്താവിൻ്റെ മറുപടി സാധിച്ചെങ്കിൽ, ദൈവത്തെ സ്നേഹിച്ച് അതുപോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കുന്ന ആ വലിയ ദൈവസ്നേഹം ലോകത്തിന് കൊടുക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിട്ട്, അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ട്, അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ട്, അവർ സുരക്ഷിതരായി തീരട്ടെ. എല്ലാ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിറച്ചാട്ട് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു.